നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. കൊട്ടിയം പറക്കുളത്ത് നിന്ന് വലിയ ഒരു ജനരോഷമാണ് കണ്ടത്. കാരണം കൊട്ടിയം പറക്കുളം ടൊയോട്ട ഷോറൂമിന് സമീപത്ത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഉയരപ്പാതയുടെ കോൺക്രീറ്റ് ബ്ലോക്കുകളൊക്കെ മറിഞ്ഞു വീഴാറായ രീതിയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ച ഈ ബ്ലോക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു മയിലക്കാട് ദുരന്തം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ തുടർന്നുള്ള ഈ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലൊക്കെ ഈ പ്രദേശം സന്ദർശിക്കുമ്പോഴാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കൂടി ജനരോഷം ഇവിടെ അണപൊട്ടി ഒഴുകിയത്. ഇവിടെ ഈ സമയത്തൂടെ നമ്മുടെ കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രൻ സാർ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇരവിര MLA ശ്രീ നൗഷാദ്, അതുപോലെ തന്നെ ചാത്തന്നൂർ MLA ശ്രീ ജയലാൽ ഉൾപ്പെടെയുള്ള MLA മാർ MP മാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഈ ജനങ്ങളുമായി ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഡെപ്യൂട്ടി കളക്ടറുമായിട്ട് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ഈ ഭാഗത്ത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ ഈ ഐത്തിൽ ഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് പാളി, ഈ വലിയ 100 കിലോളം കൂടുതൽ വെയിറ്റുള്ള ഒരു കോൺക്രീറ്റ് പാളിയാണ് തറയിലോട്ട് പതിച്ച്. എന്തോ ഭാഗ്യം കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഒരു കുടുംബം ആ സമയത്ത് അവിടെ വന്നിരുന്നു. എന്തായാലും എന്തോ ഭാഗ്യം ഈ ദുരന്തം ഉണ്ടായില്ല. അതുകൊണ്ട് ഇനിയും എങ്കിലും ഇപ്പോൾ ഈ പറയുന്ന കൊട്ടിയം പറക്കുളം ടൊയോട്ട ഷോറൂമിൻ്റെ സമീപത്തും ഇതുപോലെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഉയരപ്പാതയിൽ കോൺക്രീറ്റാണ് ഇങ്ങനെ മറഞ്ഞു വീഴാറായി നിൽക്കുന്നത്. അതുപോലെ സംയുക്ത സമരസമിതി ഇവിടെ വന്ന് ഇത് നോക്കി കാണുമ്പോഴാണ് ജനരോഷം പൊട്ടി ഒഴുകിയത്. ഇവിടെ MLA മാരും MP മാരും ഇവിടെ ചേർന്ന് ഇവിടെ ഡെപ്യൂട്ടി കളക്ടർമാരെ സംസാരിച്ച് ഇതിനൊരു തീരുമാനം എടുക്കണം. അവരിപ്പോൾ തൽക്കാലം ഡെപ്യൂട്ടി കളക്ടർ പറയുന്നത് ഇതിൻ്റെ നിർമ്മാണം തൽക്കാലം നിർത്തിവെക്കുക, ഇതിൻ്റെ സോയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള നടപടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഒരാഴ്ചത്തേക്ക് അതിൻ്റെ നടപടികൾ നിർത്തിവെക്കാൻ ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ അതിൻ്റെ ഉത്തരവ് നൽകിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾക്കിപ്പോഴും വിശ്വാസം വരും, രാത്രി ഇത് വർക്ക് ചെയ്യുമോ ഇല്ലോ എന്ന് സംശയമുണ്ട്. പക്ഷേ നടത്തത്തില്ല എന്നാണ് MLA ഒക്കെ ഇവിടെ പറയുന്നത്. കേട്ടിട്ട് വരാം. ഈ വാക്കിന് കൺവിൻസ്ഡ് അല്ല. NH ഡിപ്പാർട്ട്മെന്റിനുള്ള വിദഗ്ധരെ വെച്ച് പരിശോധന നടത്തിയതിനുള്ള പരിപാടി നടത്തുന്നു. ബഹുമാനപ്പെട്ടവരെ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് പ്രകാരം NH ഉദ്യോഗസ്ഥന്മാർ വന്ന് സോയിൽ ടെസ്റ്റും ഇതിന്റെ അപാകതകളും പരിശോധിച്ച് സോയിൽ ടെസ്റ്റ് വരെ നടത്തിയതിന്റെ തുടർന്നുള്ള പരിപാടികൾ ഉടനെ നടത്തുമെന്ന് MP, ബഹുമാനപ്പെട്ട MLA മാർ തുടങ്ങിയ NH ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിൽ പണി നടന്നാൽ നമുക്ക് തടയാം. നമുക്ക് തടയല്ല, പണി തടയാൻ അവര് രാത്രി വന്നിട്ട് പണി രാത്രി ഒന്ന് പണിയാൻ സമ്മതിക്കില്ല.